പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ കൊച്ചു കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഒരു ചെറുചിന്ത നമ്മളുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കാം. പരിശുദ്ധനായ മത്തായി ശ്ലീഹ സുവിശേഷത്തിൽ 5-ാം അധ്യായം 48-ാം വാക്യത്തിൽ ഒരു വലിയ പ്രസ്താവം അവിടെ നടത്തുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണനായിരിക്കുന്നത് പോലെ നാമും സൽഗുണപൂർണരായിരിക്കാം എന്നാണ്. ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഇസ് പെർഫെക്റ്റ്. സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ പൂർണ്ണരായിരിക്കുവിൻ എന്നാണ് ആ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് വലിയ ഒരു പ്രസ്താവമാണ്, ബി പെർഫെക്റ്റ്. പക്ഷേ ഇതിന് നേർവിപരീതമായ ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിലുണ്ട്. എന്താണത്? നമ്മൾ പല സന്ദർഭങ്ങളിലും തെറ്റുകൾ ചെയ്തു പോകുന്നവരാണ്. ഒരു വലിയ പ്രസ്താവനയുണ്ടല്ലോ, ടു എർ ഇസ് ഹ്യൂമൻ. തെറ്റുകൾ ചെയ്യുന്നത് മാനുഷികമാണ്. പക്ഷേ ഒന്നാമത് നാം ഓർക്കേണ്ടത്, നാം പൂർണ്ണതയിലേക്ക് വളരണമെങ്കിൽ തെറ്റുകൾ സഹജമായി വരുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ തിരിച്ചറിയുമ്പോൾ പൂർണ്ണതയിലേക്കുള്ള വളർച്ചയുടെ ആദ്യപടി നാം ചവിട്ടുകയായി. നാം എല്ലാം ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് പൂർണ്ണനാകുവാൻ കഴിയുക? തെറ്റുകളെ അതിജീവിക്കാൻ പ്രാപ്തി ലഭിക്കുക. അങ്ങനെ നമുക്ക് എങ്ങനെ വളർന്ന് പരിഭാഗമായ ഒരു ജീവിതത്തിലേക്ക് വരുവാൻ കഴിയും? How can we ourselves be perfect, grow to be perfect? എങ്ങനെ സാധിക്കും? അത് നമ്മുടെ മനസ്സിൽ പല സന്ദർഭങ്ങളിലും വരും. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ തെറ്റുകൾ ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ന് നമുക്ക് തിരിച്ചറിയുവാനുള്ള വിവേകം നമ്മുടെ മനസ്സിൽ ഉദിക്കണം. കുഞ്ഞുങ്ങളെ, അങ്ങനെ ഒന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുവാനുള്ള സാധ്യതയുള്ള ആളാണ് ഞാൻ. തെറ്റുകൾ ചെയ്തു പോകുന്നു. അത് തെറ്റാണ്, അത് ശരിയല്ല. ഇതൊരു വലിയ തിരിച്ചറിവാണ്. പൂർണ്ണതയിലേക്കുള്ള വളർച്ചയിൽ നമുക്കുണ്ടാവേണ്ട ഒരു ദൈവകൃപയാണ്. തെറ്റ് ചെയ്യുവാനുള്ള സാധ്യത ഇപ്പോഴും എന്നിൽ ഉണ്ടല്ലോ, അതിനെ അതിജീവിക്കേണ്ടതല്ലേ എന്നാണ് ചിന്ത. രണ്ടാമത്, നാം ഒരു തെറ്റ് ചെയ്തു. വീട്ടിൽ മാതാപിതാക്കളുടെ മുമ്പാകെ മാതാപിതാക്കളോട് ചെയ്യരുതെന്ന് അറിയാമായിരുന്നിട്ടും ചെയ്തു പോയി. ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് ഏറ്റുപറയാനും ആ തെറ്റ് അംഗീകരിക്കാനും കഴിയുമ്പോഴേ പൂർണ്ണതയുടെ രണ്ടാമത്തെ പടിയിലേക്ക് നാം പ്രവേശിക്കുന്നു. ഇത് വളർച്ചയുടെ ഒരു വലിയ ഘട്ടമാണ്. അതൊരു വലിയ കൃപയാണെന്ന് ഞാൻ പറയും. പലപ്പോഴും അങ്ങനെ ഒരു തിരിച്ചറിവില്ല. തെറ്റ് ചെയ്യുവാൻ സാധ്യതയുള്ള ആളാണ് ഞാൻ എന്നും, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകരിക്കുവാനുള്ള ധൈര്യവും തൻ്റെ ഇടവും, ഇത് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പൂർണ്ണതയിലേക്ക് വളരണം. മൂന്നാമതുണ്ട് പൂർണ്ണതയിലേക്കുള്ള വളർച്ചയുടെ ഘട്ടത്തിൽ. എന്താണ് ആ മൂന്നാമതുള്ളത്? നമുക്ക് തെറ്റ് തിരുത്തുവാനുള്ള
ഒരു തൻ്റെ ഇടം, അത് വലുതാണ്. ഞാൻ ഇനിയും ഇതുവരെ ചെയ്തിട്ടുള്ള തെറ്റുകൾ, ആവർത്തിച്ച് വരുന്ന തെറ്റുകൾ, അല്ലാതെ വരുന്ന തെറ്റുകൾ, ഞാനതിനെ അതിജീവിക്കും. അങ്ങനെ തെറ്റുകളെ അതിജീവിക്കുവാൻ എന്താണ് മാർഗം? എന്ത് ഉപായമാണുള്ളത്? വാട്ട് ഈസ് ദ വേ ദാറ്റ് വി കറക്റ്റ് അവർ എറേഴ്സ് ഇൻ അവർ പ്രാക്ടിക്കൽ ലൈഫ്? അതിന് പിതാക്കന്മാർ പറയും, ഡു ഗുഡ്, then automatically you avoid evil, doing evil in your life. ഇതൊരു വലിയ കൽവയ്പ്പാണ്. ആവർത്തിച്ച് ആവശ്യമില്ലാത്ത ചിന്തകൾ, ആവർത്തിച്ച് അരുതാത്ത കൊച്ചു തെറ്റുകൾ ചെയ്തു പോകുന്നു. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തോട് കൃപ ചോദിച്ച് തെറ്റുകൾ തിരുത്തുവാനുള്ള ശ്രമം. പക്ഷെ അതുകൊണ്ടായില്ല. നന്മയിലേക്ക്, പൂർണ്ണതയിലേക്ക് വളരുവാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ തെറ്റുകൾ അകറ്റുന്നതോടൊപ്പം നന്മകൾ കൊണ്ട് നമ്മളുടെ ജീവിതത്തെ നിറയ്ക്കുകയും വേണം. നന്മകൾ ചെയ്ത്, നല്ല കാര്യങ്ങൾ ചെയ്ത് എല്ലാ ദിവസവും, ഞാൻ ഇതിനു മുമ്പ് ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞു കാണും, 1 virtue 1 day is my slogan. ഒരു ദിവസം ഒരു നന്മ എൻ്റെ മുദ്രാവാക്യം. ഒരു നന്മ. അങ്ങനെ കൊച്ചു നന്മകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ നന്നായി ഉപയോഗിക്കുക. മനഃപൂർവമായി അതിനുള്ള പരിശ്രമം നമ്മൾ തന്നെ വളർത്തിയെടുക്കുക. അങ്ങനെ വരുമ്പോൾ തെറ്റുകൾ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, നന്മകൾ കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നിറയ്ക്കാനും സാധിക്കും. നല്ല എക്സസൈസാണ്. കുഞ്ഞുങ്ങൾ ചെയ്ത് നോക്കണം. ഒരു ദിവസം ഒരു നന്മ, ഒരു കൊച്ചു നന്മ. അത് ചെയ്യുമ്പോൾ തന്നെ ജീവിതം ആവേശകരമായി, ക്രിയാത്മകമായി, സന്തോഷകരമായി. നീ ചെയ്തത് എനിക്കത്ര ഉപകാരമായെന്നോ. ഒരു നന്മ ഒരാൾക്ക് നമ്മൾ ചെയ്യുമ്പോൾ അയാൾ നമ്മളോട് പ്രതിസ്പന്ദിക്കുകയാണ്. തീർച്ചയായും അതൊരു വലിയ ക്രിയേറ്റീവ് എനർജിയായി നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തെറ്റുകൾ വരുവാനുള്ള സാധ്യത എനിക്കുണ്ടെന്ന്, ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്ന്, ആ തെറ്റുകൾ ഞാൻ തീർച്ചയായും തിരുത്തുമെന്ന്, ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുമെന്ന്, മാത്രമല്ല എന്തെങ്കിലും ഒരു നന്മ, ഒരു ദിവസം ഒരു നന്മയെങ്കിലും ഞാൻ മനഃപൂർവമായി ചെയ്യുന്നതിന് ശ്രമിക്കും എന്നുള്ള നിശ്ചയദാർഢ്യം. കുഞ്ഞുങ്ങളെ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ എന്നുള്ള കർത്താവിൻ്റെ വചനം അങ്ങനെ നമുക്ക് സ്വാഗതം ചെയ്യാം, സ്വീകരിക്കാം. തീർച്ചയായും നിങ്ങൾ പടിപടിയായി ആ വലിയ പൂർണ്ണതയിലേക്ക്, ക്രിസ്തീയ പൂർണ്ണതയിലേക്ക് വളരും, സംശയമൊന്നുമില്ല. നിങ്ങൾ സ്വീകാര്യരാകും. നിങ്ങളെ എല്ലാവരും സ്വാഗതം ചെയ്യും അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ കൂട്ടായ്മയിലേക്ക്. അങ്ങനെ നമ്മളുടെ ജീവിതം ഒരു പുതിയ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുവാൻ തീർച്ചയായും ഈ ഒരു പരിശ്രമത്തിലൂടെ നമുക്ക് സാധിക്കും. സൽഗുണപൂർണരാകുവാൻ നമുക്ക് എപ്പോഴും ശ്രമിക്കാം. തെറ്റുകൾ തിരിച്ചറിയാനും തെറ്റാണെന്ന് സമ്മതിക്കാനും അത് തിരുത്തിക്കൊണ്ട് ഒരു കൊച്ചു നന്മയെങ്കിലും, ഒരു ദിവസം ഒരു കൊച്ചു നന്മയെങ്കിലും ചെയ്ത് നന്മയുടെ പൂർണ്ണതയിലേക്ക് വളരുവാനും ദൈവത്തിൻ്റെ കൃപ കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും.